എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. കെ ബാബു രാജി പിൻവലിച്ചു. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് ബാബു. കെ എം മാണിയും തിരിച്ചുവരണമെന്ന് UDF. ധൃതിയില്ലെന്ന് മാണി. ഒളിയമ്പുമായി മുരളീധരൻ. കരുണാകരനെ ചതിക്കാത്തവരുടെ കണക്കെടുക്കലാണ് എളുപ്പമെന്ന് മുരളി. സോളാർ കേസിൽ ജഡ്ജിമാരെ വിമർശിച്ചു ഭരണപക്ഷവും പ്രതിപക്ഷവും. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ വിധിയിൽ ജസ്റ്റിസ് ഉബൈദിനെ ജനത്തിന് സംശയമെന്ന് പിണറായി. വിധികൾ അന്തസ്സ് പാലിക്കണം. വിജിലൻസ് ജഡ്ജിനെ അപമാനിച്ചു കെ സുധാകരൻ. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജന് വീണ്ടും തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ മൂന്നാം തവണയും തള്ളി. UAPA ചുമത്തിയ കേസിൽ ജാമ്യം അസാധ്യമെന്ന് കോടതി. CPIM മേൽക്കോടതിയിലേക്ക്. അറസ്റ്റ് തീരുമാനം പിന്നീടെന്ന് CBI. TP ശ്രീനിവാസനെ മർദ്ദിച്ച SFI നേതാവിനെ അറസ്റ്റ് ചെയ്തു. JS ശരത്തിനെ ചുമതലകളിൽ നിന്ന് നീക്കിയെന്ന് SFI. സമരത്തിനിടെ മർദ്ദനത്തെ തള്ളി CPIM. TN ഗോപകുമാറിന് മാധ്യമലോകത്തിന്റെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടന്നു. ആദരാഞ്ജലികളുമായി പ്രമുഖർ. കെ ബാബു രാജി പിൻവലിച്ചു. UDF തീരുമാനം അംഗീകരിച്ചാണ് നടപടിയെന്ന് കെ ബാബു പറഞ്ഞു. കെ എം മാണിയെ എത്രയും വേഗം മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവരാൻ UDF തീരുമാനിച്ചു. സോളാർ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് UDF യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബാബുവിൻ്റെ രാജി മുഖ്യമന്ത്രി സ്വീകരിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം UDF സ്വീകരിച്ചില്ല. ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിന് അംഗീകാരം നൽകിയ UDF യോഗം കെ എം മാണിയെ മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവരാനും അനുമതി നൽകി. ഇനി തീരുമാനമെടുക്കേണ്ടത് കേരള കോൺഗ്രസ് എം ആണെന്ന് കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹവും ആണ് ഇനി ആ കാര്യം തീരുമാനിക്കേണ്ടത്. അതിൽ കോടതിയിൽ എന്തെങ്കിലും നിയമനടപ്പുണ്ടെങ്കിൽ അതുകൂടി നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് മടങ്ങി വരണം. സോളാർ കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിനോട് UDF ആവശ്യപ്പെട്ടു. TP ശ്രീനിവാസനെ മർദ്ദിച്ചതിനെ ന്യായീകരിച്ച പിണറായിയുടെ നിലപാടടക്കം UDF ആയുധമാക്കും. കണ്ണൂരിലുള്ള കൊലപാതക രാഷ്ട്രീയം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയം കേരളത്തിൽ വ്യാപിക്കും. അധികാരത്തിൽ വരാതെ അവരെ മാറ്റി നിർത്തേണ്ടത് കേരളത്തിലെ പൊതുനന്മയ്ക്ക് ആവശ്യം. അതേസമയം UDF തീരുമാനം അംഗീകരിച്ച കെ ബാബു രാജി പിൻവലിച്ചു. ഞാൻ ഓഫർ ചെയ്ത രാജി പിൻവലിക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. എന്നെ ഇന്നത്തെ നിലയിൽ ഞാനാക്കി മാറ്റിയതിൽ എൻ്റെ പ്രസ്ഥാനത്തിനും UDFനും വലിയൊരു പങ്കുണ്ട്. മന്ത്രിസഭയിലേക്ക് വരാൻ തിടുക്കമില്ലെന്നും പാർട്ടി തീരുമാനിക്കുമെന്നും കെ എം മാണിയും പറഞ്ഞു. പക്ഷെ മന്ത്രിസഭയിലേക്ക് തിരികെ പ്രവേശിക്കുവാൻ എനിക്ക് വലിയ ധൃതിയോ ആഗ്രഹമോ ഇല്ല. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വിഷയമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പാർട്ടിയുമായി ആലോചിച്ച് യുക്തമായ തീരുമാനം കൈക്കൊള്ളുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് T സിദ്ദിഖ്, ജേക്കബ് ജോർജ്, ജോസഫ് എം പുതുശ്ശേരി, N ഷംസുദ്ദീൻ, VV രാജേഷ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് പാർട്ടിയിൽ ആലോചിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ എത്തുന്നത് തീരുമാനിക്കുമെന്നാണ് കെ എം മാണി പറയുന്നത്. അദ്ദേഹം ഈ മന്ത്രിസഭയിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? UDF തീരുമാനം ഇന്ന് പുറത്തു വന്നു. ആ തീരുമാനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതിനെ സംബന്ധിച്ച് മാണി സാറ് അദ്ദേഹത്തിന്റെ പ്രതികരണവും പറഞ്ഞു. എനിക്ക് ഇക്കാര്യത്തിൽ ധൃതിയോ തിടുക്കമോ ഇല്ല, അത്തരം കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോഴദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. അതാണ് പാർട്ടി. കാരണം അദ്ദേഹം തന്നെയാണ് രാജിവെച്ചത്. അതിന് വ്യത്യസ്തമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹമാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഒരു രാഷ്ട്രീയ തീരുമാനം എന്നുള്ളതിൽ പാർട്ടി ആലോചിച്ചാണ് അതിന് അന്തിമമായ അംഗീകാരം കൊടുക്കേണ്ടത്. അത്തരം കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ തനിക്ക് തിടുക്കമില്ല എന്ന് മാണി സാർ പറഞ്ഞിരിക്കുന്ന പ്രതികരണമാണ് ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളത്. ഇതിൽ ശ്രീ ജോസഫ് എം പുതുശ്ശേരി, വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് സ്വീകരിക്കണമോ എന്ന് അടുത്ത മാസം തീരുമാനിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഒന്നുകിൽ അതുവരെ കാത്തു നിൽക്കാം. പക്ഷേ ബജറ്റ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുൻപാണ്. എന്താണ് ഒരു പൊതു ആലോചന? ബജറ്റ് കെ എം മാണി അവതരിപ്പിക്കണമെന്ന വികാരം പാർട്ടിയിലുണ്ടോ? അല്ല, അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ എന്തെങ്കിലും ഒരു ഐറ്റത്തിന്റെയോ അജണ്ടയുടെയോ അടിസ്ഥാനത്തിലല്ലല്ലോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇപ്പോ വിജിലൻസ് കോടതിയുടെ മുമ്പിൽ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. വിജിലൻസ് കോടതിയുടെ മുമ്പിൽ റിപ്പോർട്ട് ഉള്ളപ്പോഴും മാണി സാർ മന്ത്രിയായിരുന്നു. അതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് മന്ത്രിയാകുന്നതിന് യാതൊരു അയോഗ്യതയുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരു കോടതിയും അദ്ദേഹത്തെ കുറ്റക്കാരനായിട്ട് പറഞ്ഞിട്ടില്ല. അല്ല, അത് തന്നെ ശ്രീ ജോസഫ് പുതുശ്ശേരി, ഇപ്പോൾ ചാടിക്കയറി മന്ത്രിയാവുകയും ഇനിയിപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഈ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് തള്ളി പുനരന്വേഷണത്തിന് ഉത്തരവിടാം എന്നുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നത് കൊണ്ട്
സ്വാഭാവികമായും ഇപ്പോൾ ചാടിക്കയറിയ ഒരു തീരുമാനം വേണ്ട എന്നതായിരിക്കുമോ തീരുമാനം? അല്ല, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ചാടിക്കയറി അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ, ധൃതി വെച്ചൊരു തീരുമാനം, അങ്ങനെ ഒരു ആഗ്രഹമോ ധൃതിയോ തനിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചല്ല പിന്നെ അഭിലാഷ് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞതാ. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് അയോഗ്യത ഇല്ല എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വിജിലൻസ് കോടതി ആദ്യ റിപ്പോർട്ട് വിജിലൻസ് കോടതിയുടെ മുമ്പാകെ അന്വേഷണ സംഘം കൊടുക്കുമ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്നു. ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചത്. ഒരു കോടതിയും അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് പറഞ്ഞിട്ടില്ല. ഒരു അന്വേഷണ ഏജൻസി അദ്ദേഹത്തിന് എതിരായി കുറ്റമുണ്ട് എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം അടിസ്ഥാനരഹിതമാണ്. അത് തെളിയിക്കാൻ യാതൊരു തെളിവുകളും. ശരി, അതാണ് തുടരുക. ശ്രീ ജോസഫ് എംപുതുശ്ശേരി, ടി സിദ്ദിഖ്, ഇത്രയും ആരോപണ വിധേയനായ ഉമ്മൻചാണ്ടി നയിക്കുന്ന ക്യാബിനറ്റിൽ നിന്ന് ആരെയെങ്കിലും മാറ്റി നിർത്തുന്നത് സാമാന്യ നീതിയല്ല എന്ന ബോധ്യത്തിലാണോ കെ ബാബുവിനോട് തുടരാനും കെ മാണിയോട് തിരികെ വരാനും UDF ആവശ്യപ്പെട്ടത്? ടി സിദ്ദിഖ്, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ പ്രശ്നങ്ങളുണ്ട്. ശ്രീ N ഷംസുദ്ദീൻ, മുസ്ലിം ലീഗ് നേതാവ്, മലപ്പുറം സ്റ്റുഡിയോയിൽ. ശ്രീ ഷംസുദ്ദീൻ, ഇന്നിപ്പോൾ ആരോപണ വിധേയരായ ആളുകളോട് തിരികെ വരിക, ആരോപണം ആണ്, തെളിയിക്കപ്പെട്ടതല്ല എന്ന് സ്വാഭാവികമായും വാദിക്കാം. രാജിവെച്ച കെ മാണിയോട് തിരികെ വരിക, രാജി നൽകിയ കെ ബാബുവിൻ്റെ രാജി സ്വീകരിക്കാതിരിക്കുക എന്നുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്? മുഖ്യമന്ത്രി അത്ര കഠിനമായ ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ മറ്റാരും പുറത്തു നിന്നിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണോ? അല്ല, അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് പാടില്ലല്ലോ. ഇവിടെ ഉണ്ടായ സാഹചര്യം നമുക്കറിയാം. വിജിലൻസ് കോടതിയുടെ പരാമർശത്തെ തുടർന്നാണ് മന്ത്രി ബാബു രാജി നൽകിയത്. രാജി മുഖ്യമന്ത്രിക്കാണ് നൽകിയത്. അതിനിടയിലാണ് വിജിലൻസ് കോടതിയുടെ പരാമർശത്തെ 100% തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വരുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതോടുകൂടി വിജിലൻസ് കോടതിയുടെ പരാമർശം ഇല്ലാതെയായി. അപ്പോൾ പിന്നെ അതിൻ്റെ പേരിലുണ്ടായ ഒരു രാജി, ആ രാജിക്കത്തിൽ ഒരു തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് UDF കൂടി അത് രാജിവെക്കേണ്ടതില്ലെന്ന് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം തന്നെ ഇവിടെ വെളിപ്പെടുത്തിയതുപോലെ UDFും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ രാജിയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുന്നു. മാണി സാറിന്റെ കാര്യത്തിലും തന്നെ ഒരു കോടതി പരാമർശത്തെ തുടർന്ന് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നൊക്കെയുള്ളൊരു പരാമർശത്തെ തുടർന്ന് ഒരു റിപ്പോർട്ട് വരാനിരിക്കെയുള്ള ഒരു കോടതി പരാമർശമായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യം മാറി, റിപ്പോർട്ട് തുടരന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തു. അതിൽ മാണി സാർക്കെതിരായ പരാമർശങ്ങളില്ല. ആ ഒരു സാഹചര്യത്തിൽ മാണി സാറ് തിരിച്ചു വരുന്നതിന് ഒരു വിധത്തിലുള്ള തടസ്സവുമില്ല. നിലവിലുണ്ടായിരുന്ന സാഹചര്യം കോടതി വിധികളെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബഹുമാനിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിലുള്ള അന്തസ്സ് പാലിച്ചുകൊണ്ടാണ് രണ്ടുപേരും രാജ്യസന്നദ്ധത. അതാണ് വിശദീകരണം. തുടരുക. ഉദ്യോഗസ്ഥരോട് യാത്ര പറയുന്നു, MLA ഹോസ്റ്റലിൽ മുറിക്ക് അപേക്ഷ നൽകുന്നു, കാറിന്റെ മുന്നിലെ ബോർഡ് മാറ്റുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നാടകാന്തം കെ ബാബു മന്ത്രിയായി തുടരുകയാണ്. ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ UDFനോ കോൺഗ്രസിനോ യാതൊരുവിധ ആശങ്കയുമില്ലേ? ജനങ്ങളിൽ പ്രതിഫലനമുണ്ടാക്കുക എന്നുള്ളതും അതോടൊപ്പം ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഇന്ന് UDF പൊളിറ്റിക്കലായി എടുത്തിട്ടുള്ളത്. ആ പൊളിറ്റിക്കൽ തീരുമാനത്തിൻ്റെ പിറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലെ ചില കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതൊരു വലിയ പൊളിറ്റിക്കൽ കോൺസ്പിറസിയാണ്. കേരളത്തിലെ CPIM ഈ മുന്നണിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയതായിരിക്കുന്ന ചില ആളുകൾ, 3 കേരളത്തിലെ മദ്യ ലോബി, ഈ ആളുകൾ ഒരു ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടി കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ മാർഗം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷന്റെ മുമ്പിൽ ഒരു കാരണവശാലും സറണ്ടർ ചെയ്യാതെ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണ് ഇന്നത്തെ UDFന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം. 2, ശ്രീ കെ ബാബുവും ശ്രീ കെ എം മാണിയും രാജിവെച്ചതായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മാണി സാർ രാജിവെച്ചത് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം. അത് എൻക്വയറി നടക്കുന്ന ഒരു ഘട്ടത്തിൽ ആ പരാമർശം
ഇന്നിപ്പോൾ നിലനിൽക്കത്തക്ക സാഹചര്യമല്ല ഇന്നുള്ളത്. അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ടു. 22-ാം തീയതി പണം കൊടുത്തു എന്ന് പറയുന്ന സാജു ഡൊമിനിക് ആ ടവർ ലൊക്കേഷന്റെ കീഴിൽ പോലും ആ സന്ദർഭത്തില്ലായിരുന്നു. അദ്ദേഹം അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ മുന്നിലുണ്ടല്ലോ, അത് സ്വീകരിക്കുന്നത് വരെ കാത്തിരിക്കാമല്ലോ. ഇനി ബാബുവിന്റെ കാര്യത്തിലാണെങ്കിൽ മരവിപ്പിച്ചിട്ടുണ്ട് 2 മാസത്തേക്ക്. പക്ഷേ ദ്രുതപരിശോധന സ്വാഭാവികമായും നടക്കണമല്ലോ. കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടക്കുകയോ ഏതെങ്കിലും തരത്തിൽ കുറ്റവിമുക്തരാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അന്വേഷണത്തിലാണ് കാര്യങ്ങൾ. അപ്പോഴും ഈ ധൃതി പിടിച്ച് ഇവരൊക്കെ മന്ത്രിസഭയിൽ തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നത്, ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രി നേരിടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സാമാന്യ നീതി വേണം എന്ന ഒരൊറ്റ യുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അല്ല, ഇവിടെ എൻക്വയറി 2 പേരുടെ കേസിലും നടന്നു. ആ എൻക്വയറിയിൽ 2 എൻക്വയറിയിലും ഇവർ 2 പേരും പരിപൂർണമായി ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള നിഗമനം റഫർ റിപ്പോർട്ട് അടക്കമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മാണി സാറുടെ റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലുള്ളത്. 2, കെ ബാബുവിൻ്റെ കേസ് പ്രൈമറി എൻക്വയറി നടന്ന് ബാബു കുറ്റക്കാരനല്ല, ഡേറ്റ് ഇല്ല, മാസം വ്യത്യാസം, മൊഴികളിലെ വൈരുദ്ധ്യം, ഒരു അടിസ്ഥാനപരമായി ഒരു കേസ് തെളിയിക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യം പോലും ഇല്ലാത്തതായിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. അതിനുശേഷം പറഞ്ഞു QV നടത്തണം. QV നടത്താം. അപ്പോഴും ഈ യാഥാർത്ഥ്യം മാറി നിൽക്കുന്നില്ല. അപ്പോൾ ജുഡീഷ്യൽ പ്രോസസ്സിലേക്ക് പോകേണ്ടതായ, സ്ക്രൂട്ടിനിക്ക് വിധേയമാകേണ്ടതായ ഒരു സാഹചര്യം പോലും ഈ കേസിനെ സംബന്ധിച്ചില്ല. അത് UDF തീരുമാനിച്ചാൽ മതിയോ എന്നുള്ളതാണ് പ്രശ്നം. ഇതാണ് UDF ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം. പ്രതികൂലമായ കോടതി ഉത്തരവ് ഉള്ളപ്പോൾ മാറി നിന്നു. പക്ഷേ ബാബുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നു. കെ മാണിയുടെ കാര്യത്തിലാണെങ്കിൽ വിജിലൻസിൻ്റെ അന്വേഷണ സംഘം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനി രാജി അപ്രസക്തമാണെന്നുള്ളതാണ് വാദം. അത് സ്വീകരിക്കുന്നോ? എൻ്റെ സിദ്ദിഖ് എന്തൊക്കെയാണ് സിദ്ദിഖ് പറയുന്നത്? ഇതിലൊക്കെ ഈ റിപ്പോർട്ടുകളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം UDFന് എങ്ങനെയാണുള്ളത്? കോടതികൾക്കല്ലേ. ഇപ്പോൾ സിദ്ദിഖ് ഇവിടെ പറഞ്ഞു, എന്താ KM മാണിയുടെ കാര്യത്തിൽ സുകേശന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു, അതിൽ മാണി കുറ്റക്കാരനല്ല. ഫെബ്രുവരി 16-ാം തീയതി വരട്ടെ. ഫെബ്രുവരി 16-ാം തീയതി സുകേശൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ സ്ഥാനം എവിടെയാണ്, ഹൈക്കോടതിയിൽ എന്താണ് പറയാൻ പോകണമെന്ന് അറിയട്ടെ. നിങ്ങളുടെ UDF കമ്മിറ്റിക്ക് എന്ത് അധികാരമാണുള്ളത് SP സുകേശൻ സമർപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ശരിയാണെന്ന് പറയാൻ? അങ്ങനെയാണെങ്കിൽ സുകേശന്റെ വസ്തുതാവിവര റിപ്പോർട്ട് ഇതേ സുകേശനാണല്ലോ അതും ഫയൽ ചെയ്തത്. ആ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സിദ്ദിഖ് ഇത്തരത്തിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കില്ല. സിദ്ദിഖ് ശ്രീ കെ ബാബുവിന് ഹൈക്കോടതിയുടെ വിധി വരുന്നതുവരെ കാത്തിരുന്നിട്ട് എന്തേ കെ ബാബു രാജിവെച്ചില്ല? കാരണം വിജിലൻസ് കോടതിയുടെ വിധി വന്ന് ഒരു നിമിഷം പോലും ബാബുവിന് തുടരാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലേക്ക് പ്രക്ഷോഭങ്ങൾ ശക്തമായപ്പോഴേക്കും കെ ബാബു രാജിവെക്കുകയും തന്ത്രപൂർവ്വം KM മാണി ഉമ്മൻചാണ്ടി ആ രാജി ഹോൾഡ് ചെയ്യുകയും ചെയ്തു. അന്ന് ബാബു രാജിവെച്ചത് കൊണ്ടാണ് ഗവൺമെൻറ് അന്ന് രാജിവെക്കേണ്ടി വരാത്തത്. ഇവിടെ UDF യോഗം ഇന്ന് ചേർന്ന് ചിന്താവിഷ്ടയായ ശ്യാമളയിൽ കണ്ടതുപോലെ അയ്യോ ബാബു പോകരുതേ, അയ്യോ ബാബു പോകരുതേ എന്ന് വിളിക്കുന്ന ഒരു രംഗം. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് സിദ്ദിഖ് ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു മന്ത്രി വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഈ കെ ബാബുവിനെ തന്നെ മന്ത്രിയായിക്കോളാം എന്നുള്ള അതാണ് അക്കാര്യത്തിൽ BJP ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇവിടെ ശ്രീ T സിദ്ദിഖ് തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി മരവിപ്പിച്ചു. പ്രധാനമായും 2 കാര്യങ്ങളാണല്ലോ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, ഈ കാര്യത്തിലെ അന്വേഷണം സംബന്ധിച്ച CBI അന്വേഷണം സംബന്ധിച്ച ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നു. 2, ദ്രുത പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നു, അത് നടന്നു വരികയാണ്. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങൾ UDF സംവിധാനമല്ലല്ലോ കെ ബാബു നിഷ്കളങ്കനാണ് എന്ന് തീരുമാനിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച 2 സാഹചര്യങ്ങളും കഴിഞ്ഞിട്ട്, ദ്രുത പരിശോധന കഴിഞ്ഞ ശേഷം ഹൈക്കോടതി ഈ CBI അന്വേഷണ ഹർജികളിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നറിഞ്ഞ ശേഷം ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ വരെ കാത്തു നിന്നില്ല? ഒന്ന്, ബാബുവിനെതിരെ FIR ഇടാൻ കോടതി പറഞ്ഞപ്പോൾ ബാബു മാറി നിന്നു. 2, ഇപ്പോൾ ബാബുവിനെതിരായി വന്നതായിരിക്കുന്ന വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ആണല്ലോ. ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇപ്പോൾ ബാബുവിനെ സംബന്ധിച്ച് വിജിലൻസ് കോടതിയുടെ തീരുമാനം നിലവിലില്ല. ഉണ്ടോ? ഇല്ല. 1. രണ്ടാമത്തെ കാര്യം, ബാബുവിൻ്റെ കേസിൽ നേരത്തെ തന്നെ അന്വേഷണം നടന്നു. ആ അന്വേഷണം നടന്നതിന് ശേഷവും
തൃശ്ശൂരിലെ പ്രത്യേകമായിട്ടുള്ള വിജിലൻസ് കോടതി നിയമത്തിൻ്റെ അവധാനതയിൽ കാര്യങ്ങൾ ചെയ്തില്ല എന്നും ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ പണിയാണ് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ വിജിലൻസ് ജഡ്ജ് ഉണ്ടല്ലോ, വല്ലാത്തൊരു ജഡ്ജാണ്. പോസ്റ്റ് ഓഫീസിലെ പണിയെടുക്കേണ്ടത് പോസ്റ്റ്മാൻ്റെ പണിയാണ്, ജുഡീഷ്യൽ ഓഫീസറുടെ പണിയല്ല. ആ വിജിലൻസ് ജഡ്ജിൻ്റെ പരാമർശങ്ങൾ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്തു. ഹൈക്കോടതി അത് ഒഴിവാക്കി. ഹൈക്കോടതി നടപടിയടക്കമുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്തു. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ കോടതി വിധി ഹൈക്കോടതി ഒഴിവാക്കി. ഇപ്പൊ ബാബുവിനെതിരായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ പറയുന്നു റിപ്പോർട്ട് ബാബുവിനെതിരായിട്ടുള്ള, ബാബുവിനെ സംബന്ധിച്ചതായിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് നേരത്തെയും വന്നിട്ടുണ്ട്. അല്ല, നേരത്തെ ഉള്ള റിപ്പോർട്ട് തന്നെ ആയിരിക്കും ഇനിയുള്ള റിപ്പോർട്ടും എന്ന് എങ്ങനെ പ്രവചിക്കാൻ സാധിക്കും? ദയവായി തുടരുക. ഡോക്ടർ ടി എം തോമസ് ഐസക് ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ തോമസ് ഐസക്, ഇവിടെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് കെ ബാബുവിനെ സംബന്ധിക്കുന്ന കോടതി ഉത്തരവ് ഇപ്പോൾ നിലവിലില്ല, അദ്ദേഹം കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഇപ്പോഴില്ല. 2, കെ എം മാണിയുടെ വിഷയം അന്വേഷിച്ച് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കാൻ തെളിവില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ നിഗമനം. ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി ഇവർ രണ്ടുപേരും പുറത്തു നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് UDF തീരുമാനം. പ്രതിപക്ഷം അംഗീകരിക്കുന്നോ? കെ എം മാണിയുടെ എങ്ങനെയാണ്? കെ എം മാണിയുടെ ജഡ്ജ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതവിടെ നിൽക്കുകയല്ലേ. ബാബുവിന്റെ കേസ് വിധിയുടെ പശ്ചാത്തലത്തിൽ കെ എം മാണി ചെയ്തിട്ടില്ല എന്നുള്ള യുക്തി അവരുടെ യുക്തി മാത്രമാണ്. കെ ബാബുവിന്റെ കേസിൽ എന്തുണ്ടായി? അതിൽ ധാർമ്മികത പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം രാജിക്കത്ത് നൽകി. ഇത്രയും ദിവസം രാജിക്കത്ത് ഗവർണർ കൂടെ മുഖ്യത്തോടെ ഉപയോഗിച്ചു. എന്തിനു വേണ്ടിയിട്ട്? തനിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ഒരു ബെഞ്ചിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് കാത്തുനിന്നു. അതിനുവേണ്ടി എന്തെല്ലാം വിക്രിയകൾ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വാങ്ങി. അതിനടിസ്ഥാനത്തിൽ 2 മാസത്തേക്ക് ഇത് മരവിപ്പിച്ചിരിക്കുന്നു. 2 മാസത്തിന്റെ പ്രത്യേകത എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. ഇത് മോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. എന്തായി പറയുന്നേ? ഇനി അദ്ദേഹത്തിന് മന്ത്രിയായാലും ഇതിന് ആധാരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തു നിൽക്കും. ജഡ്ജിമാര് പല വിധികളും ചെയ്യും. ഓരോ ജഡ്ജിയുടെ മാറുന്നതനുസരിച്ച് വിധി പ്രസ്താവങ്ങൾ മാറിയും വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിന് കോടതി നടന്നോട്ടെ. പക്ഷെ ബാബു ചെയ്തത് എന്ത്, ബാബുവിനെതിരെ ആരോപണങ്ങൾ എന്ത് എന്നുള്ളത് രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട്. തീർച്ചയായും അതാണ് അക്കാര്യത്തിൽ ഇടതുപക്ഷ നിലപാട്. ദയവായി തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ കെ ബാബുവിനെ പുറത്തു നിർത്താൻ സാധിക്കില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ആഭ്യന്തര പ്രശ്നം കൂടിയല്ലേ? കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ ആരോപണം വരുന്നു. കോഴ വാങ്ങി എന്ന ആരോപണം വരുന്നു. FIR ഇടാൻ ഉത്തരവിടുന്നു. ആ ഉത്തരവ് മരവിപ്പിക്കപ്പെടുന്നു. അതേ സാഹചര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ കെ ബാബുവിൻ്റെ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരായ വിധിയും സമാനമായ വിധത്തിൽ മരവിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി തുടരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കെ ബാബുവും തുടരണം എന്ന അവസ്ഥ കൊണ്ടല്ലേ ഇങ്ങനൊരു തീരുമാനം? പക്ഷെ അതിനെ ഒരു രാഷ്ട്രീയ തീരുമാനമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതിനെ ഈ ധാർമ്മികത മൂല്യത്തിന്മേലുള്ള നിലപാട് എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു നിരീക്ഷകൻ്റെ ഒരു മാറി നിന്ന് ഡിറ്റാച്ച്ഡായിട്ട് നിന്ന് നോക്കുമ്പോൾ ഇത് UDF ഒരു വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പോൾ 2 മന്ത്രിമാർ പുറത്തു നിൽക്കുക എന്നൊരു സാഹചര്യം അത് ചില്ലറ കാര്യമൊന്നുമല്ല. കോൺഗ്രസ് മന്ത്രിസഭയിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഗവൺമെൻറ്റിലെ 2 മന്ത്രിമാർ, ഒന്ന് കെ എം മാണി, വളരെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവ്, മറ്റേത് കെ ബാബു, ഈ 2 പേരും മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു നിൽക്കുക, അതും ബാർക്കോഴയുടെ പേരിൽ, അത് UDF നേതൃത്വത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർ സ്വീകരിച്ച രാഷ്ട്രീയ തീരുമാനമാണ്, രാഷ്ട്രീയ നിലപാടാണ്. അതിൻ്റെ ധാർമ്മികതയൊക്കെ ചോദ്യം ചെയ്യാം. പക്ഷേ രാഷ്ട്രീയമായി അവരുടെ നിലപാട് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് രാഷ്ട്രീയമായിട്ട് മാത്രം, അതിനകത്ത് ധാർമ്മികതയൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല. റൈറ്റ്. ഇതിൽ ശ്രീ ടി സിദ്ദിഖ് വളരെ ചുരുക്കി ഒരു വാചകത്തിൽ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കില്ലാത്ത ധാർമ്മികതയൊന്നും കെ ബാബുവിന് വേണ്ട എന്നല്ലേ? അല്ല, ഇതിൽ ധാർമ്മികതക്കപ്പുറം ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന രാഷ്ട്രീയമുണ്ട്. എന്താണ്? UDFനെതിരായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരിട്ട് UDFനോട് ഏറ്റുമുട്ടിയാൽ
ദയനീയമായി പരാജയപ്പെടും. അതാണ് കേരളത്തിൽ UDF നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും കരുതൽ പ്രവർത്തനങ്ങളും. ഞാനത് ഒന്നൊന്നായി വിവരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കൊച്ചിൻ മെട്രോ, വിഴിഞ്ഞം തുറമുഖം, പിന്നെ സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു, പിന്നെ കണ്ണൂർ എയർപോർട്ട്, ഞങ്ങളുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ, ഞങ്ങൾ നടത്തിയതായിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഊണും ഉറക്കവും ഒഴിച്ച് ഈ മുഖ്യമന്ത്രിയും ഈ ഭരണകൂടവും നടപ്പിലാക്കിയ ശ്രമകരമായിട്ടുള്ള വികസനവും കരുതൽ പ്രവർത്തനങ്ങളെ നേരെ ചൊവ്വെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പരാജയപ്പെടും എന്ന് കണ്ടപ്പോൾ ഇവർ നടത്തിയതായിട്ടുള്ള ഏറ്റവും കേരള രാഷ്ട്രീയത്തിലെ ഹീനവും നികൃഷ്ടവുമായിട്ടുള്ള പൊളിറ്റിക്കൽ കോൺസ്പിറസിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പൊളിറ്റിക്കൽ കോൺസ്പിറസിയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനെ നേരിടാൻ UDF തീരുമാനിച്ചു, ഒറ്റക്കെട്ടായി നേരിടാൻ തീരുമാനിച്ചു. ശരി, ഒറ്റക്കെട്ടായി ശ്രീ എൻ ശംസുദ്ദീൻ ഒറ്റക്കെട്ടായാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലീഗ് കൂടി അതിന് സ്വാഭാവികമായും പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടാകുമല്ലോ. ഇവിടെ ഈ സിദ്ദിഖ് സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക. പക്ഷേ ഈ മന്ത്രിമാരൊക്കെ തുടരുമ്പോൾ ജനങ്ങളുടെ മുൻപിലേക്ക് വരിക ഈ ബാർ കോഴ ആരോപണം, സോളാർ കോഴ ആരോപണം, അതിൻ്റെ അനുബന്ധ ആരോപണങ്ങൾ, ഇവയൊക്കെയാണ് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരം നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അനുകൂലമായ ഒരു സാഹചര്യമാണ് മുന്നണി എന്നുള്ള നിലയിൽ ഉണ്ടാക്കേണ്ടത് എന്ന് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് തോന്നാത്തത്? അല്ല, ഈ പറയുന്നതിൽ ഇവിടെ ബഹുമാനപ്പെട്ട തോമസ് ഐസക്കിന്റെ ഒരു പരാമർശത്തിന് ആദ്യം ഒന്ന് മറുപടി പറയണം. ബാബു തനിക്ക് പറ്റിയ ഒരു ബെഞ്ചിൽ ഒരു അപ്പീൽ കൊടുത്ത് അനുകൂല വിധി നേടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിയെ തങ്ങൾക്ക് പറ്റാത്ത ഉത്തരവുകൾ ഉണ്ടാകുമ്പോൾ ജുഡീഷ്യറിയോടുള്ള CPMന്റെ സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ വിജിലൻസ് കോടതി പറഞ്ഞോ, വിജിലൻസ് കോടതിയിൽ ഈ എല്ലാ നിയമവ്യവസ്ഥകൾക്കും വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് പരാതിയില്ല. ഈ ആ സംഗതിയെ നീക്കം ചെയ്ത ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഇന്ന് പിണറായിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശ്രീ തോമസ് ഐസക്ക് ചാനലിൽ പറയുന്നത് ഇത് വല്ല വേറെന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങുന്നത് പോലെയാണ് പറഞ്ഞത്. തനിക്ക് അനുകൂലമായ വിധി നേടി വീണ്ടും മന്ത്രിസഭയിലേക്ക് വന്നു എന്ന് പറയുന്ന ആ സമീപനമൊന്നും ഒരു ശരിയല്ല. പിന്നെ ഇവിടെ നിങ്ങൾ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഗതികളിൽ ഒരു ഭരണകക്ഷിക്ക് ആശങ്കയുണ്ടാണ്. പക്ഷെ ഇതെന്താ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു ഗൂഢാലോചനയാണ്. ഇതിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ UDF ഇന്ന് പുറത്തു പോയവരുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇപ്പൊ സരിത പറഞ്ഞല്ലോ 10 കോടി രൂപ എനിക്ക് മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യ ടുഡേയിൽ കുറച്ച് മുമ്പ് വന്നൊരു സംഗതിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ ഓപ്പറേറ്റ് ആവുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു തുടങ്ങി. അപ്പോ ഇവിടെ UDFനെതിരായ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം പറയുക, അത് ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ ഫോറത്തിൽ കൊണ്ടു കൊടുക്കുക, അവിടെ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ ആളുകൾ രാജിവെക്കുക. ഇങ്ങനെ പരാമർശവും FIR-ഉം രാജിവെക്കലും ആയാൽ രാജ്യത്തൊരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശരി, രാജിവെക്കാനേ സമയമുണ്ടാവും എന്നുള്ളതാണ്. ശ്രീ VV രാജേഷ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒന്ന്, UDF ഒറ്റക്കെട്ടാണ്. ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പേരിൽ ആരെയെങ്കിലും ഒറ്റ തിരിഞ്ഞ് കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഞങ്ങളുടെ ശത്രുക്കൾ പലരുണ്ട് എന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. UDF ഇന്ന് ഇവരെ ഒക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ ഈ തരത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് എന്ന് വ്യക്തമായി രാഷ്ട്രീയമായി പ്രഖ്യാപിക്കുക കൂടിയാണ്. അത് അവർക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഭിലാഷ്, മുതിർന്ന 2 നേതാക്കളാണ് സിദ്ദിഖും ബഹുമാനപ്പെട്ട ശ്രീ ഷംസുദ്ദീൻ അദ്ദേഹവും. സത്യസന്ധമായി സംസാരിക്കാൻ വേണ്ടി തയ്യാറാകണം. സിദ്ദിഖ് ഇവിടെ പറഞ്ഞല്ലോ, ഹൈക്കോടതി കെ ബാബുവിൻ്റെ കേസ് സ്റ്റേ ചെയ്തു, അതോടുകൂടി ബാബു കുറ്റക്കാരനല്ല എന്ന്. അതെങ്ങനെ സിദ്ദിഖാവുന്നത്? ഡീറ്റെയിൽ ഹിയറിങ്ങിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക ചെയ്തത്, അല്ലാതെ ബാബു കുറ്റക്കാരനല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ കേസ് ഡിസ്മിസ് ചെയ്യണ്ടേ? അത് സിദ്ദിഖ് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നിവിടെ പറഞ്ഞു, കൂട്ടായ തീരുമാനമെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ലീഗ് ഉൾപ്പെടെ ശ്രീ KM മാണി രാജിവെക്കണം എന്ന ആവശ്യമായിരുന്നല്ലോ അന്ന് രാത്രിയിൽ ഏറെക്കുറെ ഉയർത്തിയിരുന്നത്. ആ ലീഗിന് പറയാൻ സാധിക്കുമോ സുകേശൻ കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് KM മാണിയെ ഉൾപ്പെടെ ഉള്ളവർ തിരിച്ചു വരണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി ലീഗിന് സാധിക്കുമോ? ഇവിടെ CPM അവർക്കെതിരായ കോടതി വിധികൾ വരുമ്പോഴേക്കും CPM ജഡ്ജിമാർക്കെതിരെ കാട്ടിക്കൂട്ടുന്ന സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജസ്റ്റിസ് ബാലിയെ നാട് കടത്തിയിട്ടുണ്ട്, അതുപോലെ പലതും ചെയ്തിട്ടുണ്ട്. എന്നാൽ UDF എന്താ ചെയ്തത്? ഇന്നലെ സിദ്ദിഖ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നു. സിദ്ദിഖ് തൃശ്ശൂരിൽ ജഡ്ജിൻ്റെ ശവമഞ്ചം, അതോടൊപ്പം തന്നെ ജഡ്ജിൻ്റെ
കാറിൻ്റെ പിന്നിൽ പടക്കം പൊട്ടിച്ചു. അത് UDF കാട്ടിയത് ശ്രീ ഷംസുദ്ദീൻ അറിഞ്ഞില്ല. UDF നേതൃത്വത്തിൻ്റെ അറിവില്ലായോടെയാണ് ജഡ്ജിൻ്റെ ശവമഞ്ചം അവിടെ മുക്കിക്കളഞ്ഞത്. അപ്പോൾ കോടതി വിധികൾ തങ്ങൾക്കെതിരാകുമ്പോഴേക്കും LDFും UDFും കാണിക്കുന്ന പരാക്രമങ്ങൾ, ഇടുക്കി ബിഷപ്പിന്റെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞു ഡീൻ തോറ്റതിന്റെ വാശിയിൽ, ഇതൊക്കെ തന്നെ അധികാരത്തിന്റെ ഹുങ്കിൽ. അതാണ് ആ കാര്യത്തിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ശ്രീ ജേക്കബ് ജോർജ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല എന്നുള്ളതാണ്. അത് കെ ബാബു മന്ത്രിസഭയിൽ തുടരുന്ന കാര്യത്തിലാകട്ടെ, കെ മാണി മന്ത്രിസഭയിലേക്ക് തിരികെ വരുന്ന കാര്യത്തിലാകട്ടെ, ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കുന്ന കാര്യത്തിലാകട്ടെ, ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന നിലപാടെടുക്കുന്ന കാര്യത്തിലാകട്ടെ, കോൺഗ്രസിനകത്തോ UDFിനകത്തോ രണ്ടഭിപ്രായമില്ല എന്നുള്ളതല്ലേ ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം? അതും കോൺഗ്രസ് രാഷ്ട്രീയമാണ് അഭിലാഷ്. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ 3 ഉൾപ്പിരിവുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആന്റണി പക്ഷമുണ്ട്, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ. ആന്റണി ഇല്ലാത്ത ആന്റണി പക്ഷമാണത്. രമേശ് ചെന്നിത്തല, പിന്നീട് VM സുധീരൻ. ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ഒരു ഭരണ തുടർച്ച എന്ന് പറയുന്ന കാര്യം, ഇതൊക്കെ ഹൈക്കമാൻഡിനാണ് പ്രധാനപ്പെട്ടത്. ഹൈക്കമാൻഡ് അതുകൊണ്ട് തന്നെ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ അസ്ഥിരപ്പെടുത്തുന്ന നിലപാടുകളിലേക്കും പ്രസ്താവനകളിലേക്കും പോകരുത് എന്ന്. അതുകൊണ്ടാണല്ലോ VM സുധീരൻ വളരെ വളരെ ശക്തമായിട്ട് ഉമ്മൻചാണ്ടിയെ പിന്താങ്ങിക്കൊണ്ട്, അതും ഈ വിഷയത്തിൽ ബാർക്കോഴ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ പിന്താങ്ങിക്കൊണ്ട് VM സുധീരൻ പ്രസ്താവന ഇറക്കിയത് എന്താ? അതുതന്നെയാണ് ഹൈക്കമാൻഡ് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, ഇതിൻ്റെ അകത്ത് തീരുമാനമെടുക്കുന്നത് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അന്യപക്ഷക്കാരുമാണ്. കൊച്ചി വിമാനത്താവളത്തിലും വിമാനത്തിനകത്തും തിരുവനന്തപുരത്തും ഒക്കെ കൂടി ചേർന്നത് ആന്റണി പക്ഷമാണ്. അപ്പം കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കയ്യിലേക്ക് വീണ്ടും ശക്തമായിട്ട് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന രാഷ്ട്രീയം കൂടി നമ്മൾ ഇതിനകത്ത് കാണണം. അത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്, അത് ആന്റണി പക്ഷ രാഷ്ട്രീയം കൂടിയാണ്. റൈറ്റ്. ഇതിൽ ഡോക്ടർ തോമസ് ഐസക്, LDF മുഖ്യമന്ത്രിയെ തന്നെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതേസമയം ഇതൊരു ഗൂഢാലോചനയാണ് എന്ന വാദത്തിൽ ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കാനും, അങ്ങനെ അപവാദ വ്യവസായം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാകില്ല എന്ന നിലപാടെടുക്കാനും മറുപക്ഷത്ത് കഴിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ആശങ്ക നൽകുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ല. ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ കൂടുതൽ ശക്തമായിട്ട് ജനമധ്യത്തിൽ വന്നിട്ടേ ഉള്ളൂ. അതിന്റെ വാദപ്രതിവാദങ്ങളിൽ, കോടതി നടപടികളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നീക്കുപോക്കൾ ഉണ്ടാവാം. ആയിക്കോട്ടെ, എന്നാലും എന്താണ് അവസാനം ഫൈനൽ അക്കൗണ്ട് വരുന്നത്? ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ തീഷ്ണമായിട്ട് ഇത് അന്തർഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളും അഴിമതികളും നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ മന്ത്രിമാരെല്ലാം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ജനങ്ങളുടെ മുമ്പിൽ അവരൊക്കെ ഈ അഴിമതിയുടെ പ്രതീകങ്ങളായിട്ട് തുടരും. ഈ ചർച്ച നീങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ UDFിൽ ഒരു വിഭാഗമെങ്കിലും ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് മാറി നിൽക്കണം, ഒരു പുനഃസംഘടന വേണം എന്നൊക്കെ ചിന്തിച്ചത്, കത്തെഴുതാൻ പോയിട്ടുള്ളത്. അപ്പൊ UDFിൽ ഒരു വിഭാഗം ഭയപ്പെടുന്നുണ്ട്, ഇതിങ്ങനെ തുടർന്നാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ മുഖ്യമന്ത്രിക്ക് മാറാൻ സമ്മതമല്ല. മുഖ്യമന്ത്രിക്ക് അവിടെ ഇരിക്കണമെങ്കിൽ ബാബു ഇരിക്കണം. മാണിയെ മാത്രം പുറത്തു വെക്കാൻ പറ്റത്തില്ല. എന്നാ മാണിയും കൂടി വാ. അപ്പൊ ഈ ചക്രത്തി പോരാട്ടം അടുത്ത പുതിയ ഘട്ടത്തിലേക്ക് കടക്കാൻ പോയി. റൈറ്റ്. അതാണ് ശ്രീ ജോസഫ് പുതുശ്ശേരി, സുകേശൻ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ദിവസം കുറച്ചായല്ലോ. ഇന്നിപ്പോൾ മാണിക്ക് സ്വാഗതം എന്ന നിലപാടിലേക്ക് UDFിലെ മറ്റ് ഘടകകക്ഷികൾ, വിശിഷ്യ കോൺഗ്രസ് എത്തുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സഹമന്ത്രിമാരും അതിശക്തമായ ആരോപണത്തെയും നിയമ നടപടികളെയും നേരിടുന്ന ഘട്ടത്തിൽ മാത്രമാണ് തിരിച്ചു വിളിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ മാണിസാറിന്റെ പ്രതികരണം മാണിസാറ് വ്യക്തമാക്കിയുണ്ടായി. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ധൃതിയില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അത് അതിന്റെ മറ്റൊരു വശം. പക്ഷേ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ബഹുമാനായ തോമസ് ഐസക് അടക്കമുള്ളവർ എന്ത് വ്യത്യാസമാണ് എന്ന് ചോദിക്കുമ്പോൾ വസ്തുതയായി കാണാൻ തയ്യാറാവണം. മാണിസാറിനെതിരായി ഒരു കോടതിയിലും കുറ്റപത്രം ഉണ്ടായിട്ടില്ല. ഒരു അന്വേഷണ ഏജൻസി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യത്തെ അന്വേഷണം നടത്തി വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോഴും കുറ്റം തെളിയിക്കാനുള്ള ഒരു തെളിവ് ലഭിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണ് കൊടുത്തത്. അതിനെ സംബന്ധിച്ച് കോടതി പിന്നെ തുടരന്വേഷണം നിർദ്ദേശിച്ചു. ആ തുടരന്വേഷണത്തിലും പിന്നെ ഇത് തന്നെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാണിസാറിനെതിരായി ഒരു കുറ്റപത്രമില്ല, ഒരു കോടതി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ രാജി എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ
വിജിലൻസ് കൊടുത്ത ഒരു പെറ്റീഷനിൽ അതിനപ്പുറത്തേക്ക് കടന്നുള്ള ഒരു പരാമർശം വന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രാജിവെച്ച് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോ ആ വിഷയം കഴിഞ്ഞു. ഞാൻ അത് തീരുമാനത്തെ സംബന്ധിച്ച് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ധൃതിയില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് അക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. അതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു, സൗകര്യമുള്ള ബെഞ്ചിൽ കേസ് കൊടുത്ത് ഇത് ഒരു ജുഡീഷ്യൽ സംവിധാനത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ പോലെ ഒരാള് CPM-നെ സംബന്ധിച്ച് അങ്ങനെ പറയാം. എം പി ജയരാജൻ കോടതി ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാണ്. കോടതിയെ അവമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകാത്മകമായി നാട് കടത്തിയ സംഭവം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. അത് പോകട്ടെ, അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തെ പോലെ ഒരാള് ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് എത്രമാത്രം ഈ സംഭവം അങ്ങനെയുള്ള കാര്യത്തിൽ ചില ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിൽ വന്നിരുന്നു. അതനുസരിച്ചായിരിക്കും അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയത്. ഈ ഹർജി പരിഗണിക്കുന്നതിന്റെ അന്ന് രാവിലെ ഹൈക്കോടതിയിൽ ചില അസാധാരണമായ സംഭവ വികാസങ്ങൾ ഉണ്ടായി എന്നുള്ള തരത്തിൽ നമുക്കതിപ്പോൾ വളരെ ആധികാരികമായി പറയാൻ സാധിക്കില്ലല്ലോ. ഡോക്ടർ തോമസ് ഐസക്, എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്? ഒരിക്കൽ കൂടി വിശദീകരിക്കാം. ഒന്ന്, ഹൈക്കോടതിയുടെ പരാമർശങ്ങള് ഒരു വിധത്തിലും ന്യായീകരിക്കാവുന്നതല്ല. കീഴ്ക്കോടതിയുടെ അല്ലെങ്കിൽ വിജിലൻസ് ജഡ്ജിയുടെ വിധിയെ സെറ്റ് അസൈഡ് ചെയ്യുക, അതല്ല ഉണ്ടായിട്ടുള്ളത്. ഹലോ, ഒന്ന്, ആ വിധിയിലെ പരാമർശങ്ങളും വിധിയുടെ യുക്തിയും അതീവ ഗൗരവമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ടെന്നുള്ള. രണ്ട്, ഇതിനു മുമ്പ് ലാവ്ലിൻ കേസിലും മറ്റുള്ള പലതിലും ഇത് സമാനമായ രീതിയിൽ പത്ര റിപ്പോർട്ട് വെച്ച് വിജിലൻസ് കോടതി ചെന്നപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ വിധി കൊടുത്തിട്ടുള്ളതല്ലേ. അതിലെല്ലാത്തിലുപരി ഈ കേസ് ഈ ബെഞ്ചിൽ വന്ന രീതിയെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത് എവിടെയാ? ചീഫിന്റെ ബെഞ്ചില്. അത് ആർക്കും അറിഞ്ഞൂടാത്ത അങ്ങനെ ഉന്നയിക്കാൻ പാടില്ലെന്നുള്ളത് അത് പറയുന്നു, സെറ്റ് അസൈഡ് ചെയ്യുന്നു. അപ്പോ പറയുന്ന ഏക യുക്തി ഇത് നിയമപരമായി തെറ്റില്ലെങ്കിലും അനൗചിത്യമുണ്ട് എന്നുള്ള. ആ അനൗചിത്യമുണ്ട് എന്നുള്ള പ്രസ്താവന കാണുമ്പോൾ എല്ലാവരും ധരിക്കുന്നു നിശ്ചയമായിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് സ്റ്റേയോ അല്ലെങ്കിൽ സസ്പെൻഷനോ എന്തെങ്കിലും വരുമെന്നുള്ളത്. എന്നാൽ ഉടനടി ഇത് കൊടുക്കാൻ നിന്നവര് പിറ്റേന്നും കൊടുക്കുന്നില്ല. അവർ 2 ദിവസം കഴിഞ്ഞിട്ടാണിത് മൂവ് ചെയ്യുന്നത്. ഒരു പ്രത്യേക ബെഞ്ച് വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ഇതെല്ലാം നമ്മൾ സാമാന്യ യുക്തിയുള്ള മനുഷ്യന്മാർ കാണുക. അതാണ് ആ കാര്യത്തിൽ താങ്കളുടെ പോയിന്റ്. ദയവായി തുടരുക. ശ്രീ എൻ ഷംസുദ്ദീൻ, ഇവിടെയുള്ള പ്രശ്നം പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഈ ആരോപണ വിധേയരായ ആളുകളൊക്കെ തുടരുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ആരോപണം വളരെ ശക്തമായി തെരഞ്ഞെടുപ്പ് വേളയിൽ ഉന്നയിക്കാമല്ലോ. അങ്ങനെ ഒരു അപകടം കാണുന്നില്ലേ നിങ്ങൾ? അല്ല, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ ആരോപണ വ്യവസായത്തിലൂടെ അവസാനം ഈ ഗവൺമെന്റിന്റെ അവസാനം എത്തുമ്പോഴേക്ക് ഒരു പുകമറ സൃഷ്ടിക്കാമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ശക്തമായി നേരിടുന്നതാണ് രാഷ്ട്രീയമായ ബുദ്ധി എന്ന് തന്നെയാണ് ഇന്ന് UDF തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ സരിതയുടെ എല്ലാ ആരോപണങ്ങളും അതിന്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തെക്കുറിച്ച് ഇടതുപക്ഷം തന്നെ ശരിക്കൊന്ന് വിലയിരുത്തുക. ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചില അച്ചടക്ക ലംഘനങ്ങളും പരസ്പര മത്സരവും സൗഹൃദ മത്സരവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പുള്ള ഏത് തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കേരളത്തിൽ നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങളും പുകമറയും അതുപോലെ തന്നെ ഈ സരിതയുടെ പേര് പറഞ്ഞ ആദ്യത്തിൽ മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടി നിയമസഭ വളഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധതയെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് കുറെ രാജികൾ ഉണ്ടാക്കി കുറെ ആരോപണങ്ങളുടെ ഒരു വ്യവസായം വളർത്തിക്കൊണ്ടുവന്ന് ഇവിടെ എന്തൊക്കെയോ വലിയ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. റൈറ്റ്, അതാണ് ടി സിദ്ദിഖ്. ഇനിയും ഈ വിഷയങ്ങൾ കോടതിക്ക് മുൻപിൽ വരാം, പരാമർശങ്ങൾ ഉണ്ടാകാം, ഒരുപക്ഷെ വിധികൾ തന്നെ ഉണ്ടാകാം ഈ 2 മാസത്തിനുള്ളിൽ എന്ന ബോധ്യം നിങ്ങളെ സംബന്ധിച്ചുണ്ട്. സരിതയുടെ മൊഴി കൊടുക്കലാണെങ്കിൽ തിങ്കളാഴ്ച വീണ്ടും പുനരാരംഭിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞേക്കാം, ആരോപണമായി ഉന്നയിച്ചേക്കാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാ ആരോപണങ്ങളെയും ഒരേ മട്ടിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇത് എന്ന രീതിയിൽ നേരിടാം എന്നുള്ളതാണോ UDF തീരുമാനത്തിന്റെ ആകെത്തുക?
എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയാൻ ഒരു മടിയില്ലാത്ത പിന്നെ ക്രിമിനലായ ആളുകളെ ചീറ്റ് ചെയ്ത സരിത വിളിച്ചു പറയുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഞങ്ങൾക്കാർക്കും ഒരുവിധ സന്ദേഹവുമില്ല. ഒരു തെളിവും നൽകാതെ, ഒരു കടലാസിൻ്റെ കഷ്ണം പോലും ഇല്ലാതെ വായിൽ തോന്നിയത് ഒരു ബിഹൈൻഡ് ദ കർട്ടൻ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ജോലിയാണ്. ഞാൻ അതവിടെ നടക്കട്ടെ. ഞാൻ ഇവിടെ പറയുന്നൊരു ഗുരുതരമായ സാധനം, ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞിട്ടുള്ള വളരെ ഗുരുതരമായ സാധനം ഞാൻ തോമസ് ഐസക്കിനോട് വളരെ കൃത്യതയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം മറുപടി പറയണം. ഒന്ന്, ആ ബെഞ്ചിൽ വരാൻ വേണ്ടി 2 ദിവസം കാത്തു നിന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ശ്രീ തോമസ് ഐസക് ഉന്നയിച്ചത്. അഭിലാഷ് ഇടപെടരുത്. സരിതയെ പിടിച്ച്, ബിജു രാധാകൃഷ്ണനെ പിടിച്ച്, ബിജു രമേശിനെ പിടിച്ച് ഈ കേരളത്തിൻ്റെ സമൂഹത്തിൽ മാന്യന്മാരെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ, ശ്രീ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള ന്യായം, ഒരു അടിസ്ഥാനവുമില്ലാത്ത ന്യായം പറയുമ്പോൾ ഇത് പറയുന്നത് ബുദ്ധിയുള്ള ജനങ്ങളുടെ മുമ്പിലാണെന്നുള്ളത് ആദ്യം ആലോചിക്കണം. ഒന്ന്, ചീഫിൻ്റെ ബെഞ്ചിൽ ഈ കേസ് വരുമ്പോൾ ഈ കേസല്ല വന്നത്. ചീഫിൻ്റെ ബെഞ്ചിൽ വന്ന കേസ് സുനിൽകുമാർ CBI എൻക്വയറിക്ക് കൊടുത്തതായിരിക്കുന്ന കേസിലാണ് വന്നത്. അവിടെയാണ് ഈ പ്രശ്നം, വിജിലൻസ് കോടതിയുടെ കാര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അവിടെ AG ഉന്നയിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഉബൈദിൻ്റെ ബെഞ്ചിൽ പോയി? ഹൈക്കോടതിയിൽ ഓരോ സിംഗിൾ ബെഞ്ചിനും ഓരോ മാറ്റർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉബൈദിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് PC ആക്ട് ആണ്. ഒന്ന്, ചീഫ് ജസ്റ്റിസ് ഇത് പരിഗണിക്കുന്ന സന്ദർഭത്തിലും ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ച് PC ആക്ട് പരിശോധിക്കുന്ന ബെഞ്ചാണ്. രണ്ടാമത്തെ കാര്യം, കമാൽ പാഷയുടെ ബെഞ്ചിന്റെ പ്രത്യേകത എന്താ? പിന്നെ സബ്ജക്ട്സ് നോട്ട് മെൻഷൻഡ് എൽസ്വെയർ എന്നുള്ളതാണ് കമാൽ പാഷ. അപ്പോ ഇത് ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ പോകേണ്ട കേസ് തന്നെയാണ്. അപ്പോ ഇത് മറച്ചു വെച്ച് മറ്റു വല്ല സൗകര്യം ചെയ്ത് ഏർപ്പാടാക്കി എന്ന് പറയുന്ന ഈ നാണം കെട്ട വൃത്തികെട്ട സമീപനം ഉണ്ടല്ലോ, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ. ഇതൊക്കെ തന്നെയാണ് ഇവർ ഇതിവിടെ വിളിച്ചു പറയുന്നത്. ശ്രീ തോമസ് ഐസക്കിനൊന്ന് കണക്ട് ചെയ്തേ, അദ്ദേഹത്തിന്റെ മറുപടി ഒന്ന് കേൾക്കാൻ വലിയ താല്പര്യമുണ്ട്. ഇതിൽ ഡോക്ടർ TM തോമസ് ഐസക്, നിങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത ഒരു വിധി അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഗുണമില്ലാത്ത ഒരു വിധി വരുമ്പോൾ ആ ജഡ്ജിയെ ആകെ തന്നെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതാണോ? ഇതിപ്പോൾ താങ്കൾ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതല്ല. ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പിണറായി വിജയനും സമാനമായ തരത്തിൽ വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകാവുന്ന വാദം ഉന്നയിക്കുന്നു എന്ന് മാത്രമല്ല, ഇതേ ബെഞ്ചിൽ തന്നെയാണ് ലാവ്ലിൻ കേസും വരിക എന്നുള്ള ബോധ്യം നമ്മളെ സംബന്ധിച്ച് ഉണ്ടുതാനും അത് ഈ മാസം അടുത്ത മാസം വരാനിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ വിഷയത്തെ ജുഡീഷ്യറിയെ വിമർശിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളത് മണ്ടത്തരമായിരിക്കില്ലേ? ജുഡീഷ്യറിയെ വിമർശിച്ചുകൊണ്ടല്ല, ഇവിടെ ഓരോ ജഡ്ജിക്കും അവരുടേതായിട്ടുള്ള സമീപനങ്ങളും വ്യക്തിപരമായ മുൻവിധികളും ഒക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർ തന്നെയാണ് അവർ വിധിയെടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഒരേ വിഷയത്തിൽ ഉണ്ടാവുന്നത്. ഹലോ, തുടരൂ തോമസ് ഐസക്. കേൾക്കൂ ഷെട്ടി സിദ്ദിഖ്. ഈ ബെഞ്ചിൽ വരാൻ കാത്തു നിന്നു എന്നുള്ള പരാമർശം എന്ന് പറഞ്ഞേ, ഈ ബെഞ്ചിൽ വരാൻ കാത്തു നിന്നു എന്നുള്ള പരാമർശം അത് പറഞ്ഞേ, അത് തന്നെ ഞാൻ പറയുന്നത്. മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞേ. ചീഫിന്റെ ബെഞ്ചിൽ വന്നത് അത് പറഞ്ഞേ. ഈ ബെഞ്ചിന് എന്താ സബ്ജക്ട്? അപ്പൊ തന്നെ ജഡ്ജിന് കൊടുക്കാൻ ശ്രമിച്ച ആള് അപ്പൊ റിവിഷൻ പെറ്റീഷൻ എല്ലാം റെഡിയായിട്ടും എന്നിട്ടും എന്തേ അന്ന് കൊടുക്കാതിരുന്നത്, പിറ്റേന്നും കൊടുക്കാതിരുന്നത്, 2 ദിവസം കാത്തു നിന്നത്? അത് ഈ സ്പെസിഫിക് ആയിട്ട് ഇവിടെ കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. വേറെ ചിലരുടെ ബെഞ്ചിൽ പോരുന്നുള്ള താല്പര്യം മൂലമാണ്. ആ വസ്തു ചൂണ്ടിക്കാണിച്ച് 2 മാസത്തെ ഇളവ് കിട്ടിയത് നിങ്ങള് ഇപ്പോ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നാൽ എല്ലാ തെറ്റുകളിൽ നിന്നും ഇദ്ദേഹത്തിന് വിടുതൽ കിട്ടിയിരിക്കുന്നു. താങ്കൾ സമ്മതിക്കുമെങ്കിൽ 1 മിനിറ്റ്. കള്ളത്തരം, മഹാബ്ലണ്ടറും കള്ളത്തരം വിളിച്ചു പറയല്ലേ? 1 മിനിറ്റ്. എന്താണ് സിദ്ദിഖ്, പറയൂ. ഒരൊറ്റ കാര്യം പറയൂ. ഹൈക്കോടതി ചീഫിന്റെ ബെഞ്ചിൽ ഈ കേസ് വരുമ്പോഴും PC ആക്ട് പരിശോധിക്കുന്ന സിംഗിൾ ബെഞ്ച് ഉബൈദാണ്. അന്നും ഇന്നും 2 ദിവസം കാത്തു നിന്നാലും കാത്തു നിന്നില്ലെങ്കിലും PC ആക്ട് പരിശോധിക്കുന്ന ബെഞ്ച് ഉബൈദിന്റെ ബെഞ്ചാണ്. ഹൈക്കോടതി ചീഫിന്റെ ബെഞ്ച് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് നിയമപരമായി
ഏത് ബെഞ്ചിലാണോ കൊടുക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ആ ബെഞ്ചാണ് ഏത്? ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ച്. 2 ദിവസം കാത്തു നിന്നാലും ഇല്ലെങ്കിലും ഈ ബെഞ്ചിൽ തന്നെയാണ് പോകേണ്ടത്. നിങ്ങൾ ആരാണ് ഈ കള്ളത്തരം വിളിച്ചു പറയുന്നത്? ഐസക്, നിങ്ങളെപ്പോലെയുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്തെങ്കിലും വിളിച്ചു പറയാ? അതെ, ഡോക്ടർ തോമസ് ഐസക്, ജുഡീഷ്യറി ഹൈക്കോടതിയിൽ ഓരോ സബ്ജക്റ്റ് ഉണ്ട്, ഓരോ ബെഞ്ചിന്. ഉബൈദിന്റെ അദ്ദേഹം മറുപടി പറയട്ടെ. സിദ്ദിഖ്, ഇത് 2 ദിവസം കാത്തു ഇപ്പോഴും ഞാൻ താല്പര്യമുണ്ട്. ഈ ബെഞ്ചിൽ തന്നെ നൽകുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ എടുത്തു കൊടുക്കാൻ പോക്കറ്റ് വെച്ചിരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും? ഈ ബെഞ്ച് അല്ലാതെ ഐസക്, ബഹുമാനപ്പെട്ട ഐസക്, ഈ ബെഞ്ച് അല്ലാതെ ഏത് ബെഞ്ചിൽ വരും ഒന്ന് പറഞ്ഞേ? ഈ ബെഞ്ച് അല്ലാതെ ഏത് ബെഞ്ചിൽ വരുമായിരുന്നു? അതുകൊണ്ടൊന്ന് പറഞ്ഞേ. PC ആക്ട് അന്നും ഇന്നും ഉപയോഗിക്കാം. പക്ഷേ പ്രത്യേകിച്ച് ചില ബെഞ്ചുകളിൽ പോവാതെ ഇവിടെ വരുന്നതിന് വേണ്ടി തന്നെയാണ് ഊഴം കാത്തു നിങ്ങൾ നിന്നത് എന്നുള്ളതാണ് എന്റെ അറിവും എന്റെ വിശ്വാസം. അതാണ് അദ്ദേഹത്തിന്റെ ബോധ്യമാണ് അദ്ദേഹം പറഞ്ഞത്. പറയൂ സിദ്ദിഖ്. അപ്പൊ ഒരു കാര്യം ഉറപ്പ്, അഭിലാഷ് ഒരു കാര്യം ഉറപ്പ്, ഇതിവിടെ കൺക്ലൂഡ് ചെയ്യണം. ഒരു കാര്യം ഉറപ്പ്, ഇതുപോലെയുള്ള വിടുവായത്തവും കള്ളത്തരവും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനാണ് ഐസക്കും CPM ശ്രമിക്കുന്നത്. അത് ഇവിടെ വെച്ച് ജനങ്ങൾ ബോധ്യപ്പെട്ടു. ഐസക്ക് പറഞ്ഞല്ല എന്റെ വിശ്വാസം, ആ വിശ്വാസം നിയമപരമല്ല, അടിസ്ഥാനപരമായി തെറ്റാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ചീഫിന്റെ ബെഞ്ചിൽ പരിശോധിച്ചപ്പോഴും ഇപ്പോഴും ശ്രീ ഉബൈദ് തന്നെയാണ് PC ആക്ട് പരിശോധിക്കുന്നത്. കള്ളം പറയാ നിങ്ങള്. ശരി, നമുക്ക് ആ തർക്കം താങ്കൾ കൺക്ലൂഡ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. ടി സിദ്ദിഖ്, നമ്മൾ ബാബുവിന്റെ രാജി, കെ മാണിയുടെ രാജി വിശാലമായ വിഷയമാണല്ലോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ VV രാജേഷ്, ഇക്കാര്യത്തിൽ സാങ്കേതികത്വത്തിൻ്റെ അപ്പുറത്തുള്ള രാഷ്ട്രീയം ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് UDF-നെ സംബന്ധിച്ച് അവർ ഗൂഢാലോചന തിയറി അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ സർക്കാരിൻ്റെ നല്ല കാര്യങ്ങളുടെ വിലയിടിച്ച് കാണിക്കാൻ അപവാദ വ്യവസായമാണ് മറ്റുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പിന്തുടരുന്നത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വിജയിക്കുമോ? ഇല്ല അഭിലാഷ്, ഒരിക്കലും വിജയിക്കില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ശ്രീ ഐസക് സാറും സിദ്ദിഖും തമ്മിൽ നടന്ന ടെക്നിക്കാലിറ്റീസിലെ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നില്ല. കാരണം ഒരു ജഡ്ജിനെയും വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറില്ല. സിദ്ദിഖ്, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, തിങ്കളാഴ്ച സരിത സോളാർ കമ്മീഷന് മുന്നിൽ തെളിവ് നൽകുന്നതോടെ ഈ കേസ് മറ്റൊരു ഡയമെൻഷനിലാകും. ഇത്രയും ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് മല്ലേലി ശ്രീധരൻ നായർ ഞാനും സരിതയും തമ്മിൽ ഒരുമിച്ച് കണ്ടിട്ടില്ല എന്നാണല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരും എന്നു തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തിയാക്കാൻ സമയം കിട്ടിയില്ല. കെ ബാബു എന്തുകൊണ്ട് തിരിച്ചു വരണമെന്ന് UDF പറയുന്നു. ശ്രീ KM മാണി എന്തുകൊണ്ട് തിരിച്ചു വരണമെന്ന് UDF പറയുന്നു. കാരണം ഇവർ രണ്ടും പുറത്തു നിന്നാൽ അടുത്തത് ആര്യാടൻ മുഹമ്മദ്, അടുത്തത് ഉമ്മൻചാണ്ടി, അത് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല, അത് കഴിഞ്ഞാൽ ബാർക്കോ കേസിൽ VS ശിവകുമാർ. അങ്ങനെ ഈ മന്ത്രിസഭയിലെ ഒരു 5ഓ 6ഓ മന്ത്രിമാർ ഈ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പുറത്തു പോകേണ്ടി വന്ന ഒരു അവസരം വന്നാൽ UDF-ന് ഇനി ഒരിക്കലും കേരളത്തിൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ള വ്യക്തമായ വിവരം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ UDF യോഗം തീരുമാനിച്ചിരിക്കുന്നു. ചർച്ച ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, 2 ദിവസം മുൻപുണ്ടായിരുന്ന അവസ്ഥ RSPയിൽ കുഴപ്പമുണ്ടാകുന്നു, അവിടെ നിന്ന് ആളുകൾ മറുകണ്ഠം ചാടുന്നു, ജനതാദൾ യുണൈറ്റഡ് ഇടതുപക്ഷത്തേക്ക് വരാനുള്ള തീരുമാനം ഉടൻ എടുക്കുമെന്ന പ്രതീതി വരുന്നു. എന്തിന് കേരള കോൺഗ്രസ് മാണി വിഭാഗം തന്നെ BJP-യുമായി സഖ്യത്തിന് ഒരുങ്ങുന്നതായ ചില സൂചനകളോ അഭ്യൂഹങ്ങളോ പരക്കുന്നു. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഒറ്റക്കെട്ടാണ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ UDF-ന് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ ഇന്നുമായിട്ട് UDF-ന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വളരെ ഒരു വിജയ ആഘോഷ പ്രകടനം തന്നെയായിരുന്നു. ഒരു ശക്തി, ശരിക്കും പറഞ്ഞാൽ UDF-ന്റെ ഒരു തിരിച്ചുവരവ് എന്ന മട്ടിലായിരുന്നു ഇന്നലത്തെ ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളനം. സ്വാഭാവികമായിട്ടും കാരണം ഇതിനകത്ത് ഇപ്പം കോവൂർ കുഞ്ഞിമോൻ, ആ കോവൂർ കുഞ്ഞിമോൻ്റെ രാജിയുടെ സമയം വളരെ അൺഫോർച്ചുനേറ്റ്, വളരെ ശക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളും കോടതി തീരുമാനങ്ങളും ഒക്കെ വരുന്ന ദിവസമാണ് കോവൂർ കുഞ്ഞിമോൻ രാജിവെച്ചത്. ആ രാജിയുടെ പ്രയോജനം കോവൂർ കുഞ്ഞിമോനും കിട്ടിയില്ല, ഇടതുപക്ഷത്തിനും കിട്ടിയില്ല. അതേപോലെ ഇപ്പം JDU സ്വാഭാവികമായിട്ടും എങ്കിൽ പോലും UDF-ന് പ്രശ്നങ്ങളുണ്ട്.
കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട്, UDF-നകത്ത് പ്രശ്നങ്ങളുണ്ട്, എല്ലാ പാർട്ടികളും കൂടെ നിൽക്കണമെന്നില്ല. ഇതുപോലെ തന്നെ ശക്തമായ തിരിച്ചുപിടിപ്പ് നടത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ UDF-നെ നേരിടുന്ന ശക്തമായ പ്രശ്നങ്ങളും വെല്ലുവിളികളുമുണ്ട് മറുവശത്ത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാവുന്നത്. തീർച്ചയായും ഇന്ന് UDF യോഗം ചേർന്ന് മന്ത്രി കെ ബാബുവിനോട് തുടരാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. KM മാണിയെ കൂടി തിരികെ വിളിച്ചിരിക്കുന്നു. UDF അടുത്ത ബജറ്റ് അവതരിപ്പിക്കാൻ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആരോപണങ്ങൾ എന്ന പ്രതിരോധം ഉയർത്തിക്കൊണ്ട് വെല്ലുവിളികളെ നേരിടുക എന്നുള്ളതാണ് UDF-ന്റെ തന്ത്രവും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടി സിദ്ദിഖ്, ശ്രീ VV രാജേഷ്, ശ്രീ N ശംസുദ്ദീൻ, ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ശ്രീ ജേക്കബ് ജോർജ്, ഡോക്ടർ TM തോമസ് ഐസക്.